സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്ത് വന്നാലും അത് പാർട്ടി തള്ളിക്കളയില്ല, ഒരിക്കലും മുന്നില്ല. മാത്രമല്ല, My mother is here, me and my mother here sitting. Okay, in my house, no bastards are here as always. And my mukkum went to library as his parents came back yesterday night. And even I uploaded that his parents only came. Okay, these criminals will be creating nasty stories. You all know how these criminals will be creating nasty stories. My mukkum is in library. He started studying. He's having exam on 11th. Okay, and nothing else. And so many other things are there. These criminals will create so many like dramas actually when we go here and when we step out of our house and came back when we came inside again. These criminals will create so many things, like these criminals will power off our power this and that, and will be doing and will be conducting dramas actually. ഇങ്ങനെ പല പല വേലകളാണ് നമ്മുടെ ക്യാമറയുടെ ക്യാമറയുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ ആ വ്യൂയിൽ നിന്ന് മാറി നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരോ വന്നെന്നൊക്കെയുള്ള കഥകൾ, അങ്ങനെ ഭയങ്കര. എന്നിട്ടങ്ങ് ബ്ലോട്ടിങ് ഗ്യാസ് അടിക്കുക, വീർപ്പിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ കഴിക്കുന്നേ ഇല്ല. ഞാൻ 2 മണി വരെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുന്നവർക്ക് ഉള്ള ബെനിഫിറ്റ്സ്, നല്ല ബെനിഫിറ്റുകളുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് നല്ല കറക്റ്റായിട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡാണ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഹെൽത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വെജിറ്റബിൾസും അതും ഇതൊക്കെ ഉള്ള നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം. അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവരക്കെട്ട ആൾക്കാർ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇടും. അതുപോലെ നമ്മൾ ഒരു ഡ്രസ്സ് ഇതാക്കാൻ കൊടുക്കാതെ വിത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താലും അവരതുപോലെ തയ്ക്കാതെ പല രീതിയിൽ അവർക്ക് തോന്നിയ പോലെയൊക്കെ കട്ട് ചെയ്ത് തയ്ക്കുക. ഇതെല്ലാം ഇവരുടെ വേലകളാണ്, ഇവർ ചെയ്യിപ്പിക്കുന്നതാണ് ഇതെല്ലാം കേട്ടോ. അങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവരെ കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിൽ ഇവർ കയറി അങ്ങ് ഇതാക്കുകയാണ്. ഇവരെന്തൊക്കെയോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളെ. അതുപോലെ എന്നിട്ട് പിന്നെ ഇപ്പം പറയുകയാണ് എന്തോ നമുക്ക് വരുന്നതാണ് നമ്മുടെ ആരാണ് ഇല്ലല്ല അയാൾ ഇത് കൊടുത്തെന്ന്, ദാനം കൊടുത്തത്. നമുക്ക് അയാൾക്ക് ദാനം കൊടുത്താൽ കാണും. ഓക്കെ, എനിക്കങ്ങനെ ദാനം കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളോട് ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ടതുപോലെ പൂരാടൻ നാളുകാർ ഭയങ്കര ദാനശീലരാണ്. അതൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ദാനങ്ങളൊക്കെ കൊടുത്ത് ആ പരിപാടിയൊക്കെ നിർത്തി. ദാനങ്ങളൊക്കെ ആവോളം കൊടുത്തു ഈ ഒരു ജന്മത്തിലേക്കുള്ള. അങ്ങനെയൊക്കെയാണ് ദാനങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഇനി പാത്രം അറിഞ്ഞു കൊടുക്കണമെന്നും കൂടി ഒരു കാര്യമുണ്ട്. ഇനിയിപ്പം കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 1 ഇഞ്ച് ഭൂമി പോലും നമ്മളിനി ആർക്കും വഴിക്കോ ഒന്നും കൊടുക്കത്തില്ല. അവൻ ഇതുപോലെ തന്നെ നടക്കും. അല്ലാതെ അവരിന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ട സാധാരണ മന്ദിരത്തിൽ ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്, വിലയ്ക്ക് കൊടുക്കുക. ഞാനും എൻ്റെതും ചുമ്മാ ഒന്നും ആർക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. നമ്മുടെ എവിടെയാണെങ്കിലും ശരി, എവിടെ വഴി വേണമെങ്കിലും ശരി, ചുമ്മാ ഒന്നും ഇനി ആർക്കും കൊടുക്കത്തില്ല. നല്ല വില തന്നാലേ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ വഴി നടക്കണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കങ്ങനെ ഇനിയിപ്പോൾ അല്ലാതെ വേറെടുത്തും വഴി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇല്ല, അവന് വഴിയുണ്ട് ആവശ്യത്തിന്, അതിൽ കൂടെ പോയാൽ മതി. അവൻ്റെ വീട്ടിലോട്ട് കാറ് കയറണമെന്നൊക്കെ പറയുന്നത് ചുമ്മാ ഉള്ള അത്യാഗ്രഹമാണ്. അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇത്രയും വഴിയുണ്ട് അവന് നടക്കാൻ. നല്ല രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെയും എൻ്റെ 26 സെൻറ്റിൽ നിന്ന് അവനങ്ങോട്ട് വഴി കൊടുത്ത് നമ്മുടെ സ്ഥലം പോയിരിക്കുന്നത്. ഇനി അങ്ങനെ വഴിയൊന്നും കൊടുത്ത് അങ്ങനെ സ്ഥലമൊന്നും പോകേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. ദാനമൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തെ ദാനങ്ങളൊന്നും ഒരാളും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഒരു സൂചി കുത്താൻ സ്ഥലം, കേട്ടില്ലേ? അപ്പം പിന്നെ അംബാനിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അംബാനി 1500 crore ആർക്കോ ഫ്രണ്ടിന് ദാനം കൊടുത്തു. വലിയൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ. അതായത് ശരി, അയാൾക്ക് കോടികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശതകോടികളൊന്നും അയാൾക്ക് അല്ല ഉള്ളത്. അതിലെന്താ സഹസ്ര കോടികളോ അങ്ങനെയൊക്കെ, സഹസ്ര കോടികളെക്കാട്ടി വലിയ കോടികളാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അങ്ങേർക്ക് 1500, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ പോകുന്ന പോലും ഇല്ല. അപ്പം അതുപോലുള്ള ബെനിഫിറ്റ്സും കാണും അങ്ങേർക്ക്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ. നമുക്ക് അങ്ങനത്തെ ശതകോടികളും സഹസ്ര കോടികളും അതൊന്നുമില്ല. നമുക്ക് സാധാരണ കോടിയേ ഉള്ളൂ. 146 സെൻറ്റ് സ്ഥലം ഈ വീടുവേ ഉള്ളൂ. എനിക്കൊരു മകളുണ്ട്. എനിക്കും പിന്നെ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ മാനമര്യാദയ്ക്ക് ജീവിക്കണം. എൻ്റെ പാർട്ട്ണറിൻ്റെ പേര് മുക്കുമാണ്. അദ്ദേഹം ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാൻ തുടങ്ങി. എല്ലാം കറക്റ്റായിട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും വന്നതും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുക്കും ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നതും. പിന്നെ എവിടെയെങ്കിലും പോയാൽ അവിടെ ഇരിക്കുന്ന സ്വഭാവമാണ്. എങ്ങോട്ടും പോകത്തില്ല. ചായ കുടിക്കാനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. അല്ലാതെ എങ്ങോട്ടും പോകുന്ന സ്വഭാവമൊന്നും മുക്കുമിനില്ല. ചായ കുടിക്കാൻ പോയി തിരിച്ചു വരും, അതേ ഉള്ളൂ. അങ്ങനെയാണ് മുക്കും. ഇതുവരെയും പോയില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഇതുവരെയും ചായ കുടിക്കാനൊന്നും പോയില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, വേറെ ആരും ഇല്ലഞ്ഞുകൊണ്ട്. ഇനിയിപ്പം വീട്ടിലിരുന്നാൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പം വീട്ടിലിരുന്നാൽ പഠിത്തം നടക്കത്തില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും. ലൈബ്രറിയിലാകുമ്പോൾ വേറെ സംസാരങ്ങളൊന്നുമില്ല. അങ്ങനെ
അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. 11-ാം തീയതി എക്സാമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊന്നും, അതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളെല്ലാം ഓരോരുത്തർ പറയുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ എൻ്റെ പുറകിനാണെന്നും അവൾ എന്നെ നശിപ്പിക്കാനായിട്ടാണെന്നും ഈ രാജമ്മയും പ്രീത എസ് പണിക്കർ എന്നുള്ളതും എല്ലാം ഞാൻ ഇന്നലത്തോടെ തെളിയിച്ച്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സഹോദരി? എൻ്റെ അച്ഛനും ഇതുപോലെ സഫർ ചെയ്താണ്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എൻ്റെ അച്ഛനെ വെറും 9 സെൻറ്റിനകത്ത് ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെതെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് 41-ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കുന്നത്. 41-ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കുന്നത്. വെറും 17 വർഷമേ പിന്നെ ജീവിച്ചിട്ടുള്ളൂ. അത് ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ അച്ഛന് 19-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയിട്ട് 41-ാമത്തെ വയസ്സ് വരെ സമ്പാദിച്ചതെല്ലാം ഇവന്മാർക്ക് വേണ്ടി നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇവന്മാർ നശിപ്പിച്ചു. അച്ഛൻ പണ്ടേ കാറ് വാങ്ങിച്ചാണ്. ഇവൻ പറയുന്നത് എന്താ ഈ വീട് സഹദേവനല്ല ഉണ്ടാക്കിയതെന്ന്. അന്ന് ഇവൻ തെളിയിക്കാൻ ഇവൻ ഇങ്ങ് വരട്ടെ. ഇവൻ്റെ ഏതാണ്ടിരുന്നോ ഈ സോമരാജൻ എന്ന് പറയുന്നവൻ. ഇവന് ഇപ്പോഴും ഇല്ല ജോലി, ഒരിക്കലും ഇല്ല ജോലി. ഇവൻ വല്ലവരും കൊടുക്കുന്നതും ഒക്കെ വെച്ചാണ് ഇവൻ ജീവിച്ചത്. ഇങ്ങനെ വല്ലവരെയൊക്കെ പിടിച്ചു പറിച്ച്. എൻ്റെ അച്ഛൻ 19-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയിട്ട് 60കളിലാണിത്, 60ൻ്റെ ലാസ്റ്റിലാണിത്, ഏകദേശം പകുതിയും കഴിഞ്ഞിട്ടാണിത് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ കാറ് വാങ്ങിക്കുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ ഒത്തിരി ചിലവാക്കിയതാണ് നല്ല ശരിക്ക്. മനസ്സിലായില്ലേ? അപ്പം അത് കഴിഞ്ഞു എൻ്റെ അച്ഛന് വരുന്ന കത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി ഞാറെല്ലാം പോയി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. വിത്തും പോയി ഞാറും പോയി, ഇനി ഒന്നുമില്ല, ഇനി പുതിയ, അതുകൊണ്ട് 500 രൂപ. അന്നത്തെ കാലത്ത് 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവൻ അന്ന് 100 രൂപയൊക്കെ കാണത്തുള്ളൂ. അന്നാണ് ഈ 500 രൂപ ചോദിക്കുന്നത്, കേട്ടില്ലേ? അങ്ങനെ നല്ലപോലെ എല്ലാവർക്കും നല്ല ശരിക്ക് കൊടുത്ത് ജീവിച്ചവനാണ്. എന്നിട്ടും എൻ്റെ അച്ഛനെ മുള്ളുവേലിക്കകത്താക്കി എല്ലാ അവന്മാരും കൂടി. ഇപ്പം ഞങ്ങളുടെ മുള്ളുവേലിയൊക്കെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കണ്ണ് തുറന്നു തന്നതാണ്. അതും പടവെട്ടി വാങ്ങിച്ചതാണ് ഞങ്ങൾ. എൻ്റെ അമ്മ ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് 93. നിങ്ങൾക്ക് ഇതെല്ലാം റെക്കോർഡിക്കലി ഉണ്ട്. നിങ്ങൾക്ക് പോയി കായംകുളം മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതിയിൽ VK രത്നമ്മ, ഈ സുബ്രഹ്മണ്യൻ, സദാനന്ദ മന്ദിരത്തിൽ ശശീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളവർ തമ്മിലുള്ള കേസുകൾ എന്തുമാത്രം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കാം. 1993 മുതൽ, കേട്ടോ. അന്നേരം മനസ്സിലാവും. ഇതിനകത്തുമല്ല, ഇവൻ ഇപ്പോഴും കേസുണ്ട്. ഇപ്പം വരുന്ന കണ്ടില്ലയോ, ഒരു കുമാരദാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്ന കണ്ടില്ലയോ, അപ്പം അവനുമായിട്ടാണ് ഇപ്പം കേസ്. അപ്പം അങ്ങനെ പല പല കേസും ഒക്കെ നടത്തി ഇവനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ഫ്രണ്ടിലും ഇതുപോലെ ഇച്ചിരി സ്ഥലം, ഇത്രയും കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ ഇതും കൂടാണ് കിട്ടിയത്. ഞങ്ങൾ വാങ്ങിച്ചതാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഇത് വാങ്ങിച്ചത്. അതിനുശേഷം ഇവിടെ ഭയങ്കര ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവന് കല്ലേറായിരുന്നു ജോലി. അപ്പോൾ ഏകദേശം ഈ 10 സെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ വരെയായിരുന്നു. ഏകദേശം ഈ തെങ്ങിൻ്റെ ഇവിടെ വരെയായിരുന്നു. ഈ നിൽക്കുന്ന തെങ്ങിൻ്റെ ഈ വലിയ തെങ്ങുണ്ടല്ലോ, ഈ വലിയ തെങ്ങിൻ്റെ ഏകദേശം ഇവിടെ വരെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരെയായിരുന്നു ഈ വലിയ തെങ്ങിൻ്റെ ഇവിടെ വരെ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് 7 സെൻറ്റ് ഈ കല്ല് കിടക്കുന്ന വരെ. ഈ കല്ലെല്ലാം കെട്ടി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്, കേട്ടല്ലോ. എല്ലാം കെട്ടി തിരിച്ച് എല്ലാം അളന്ന് തിരിച്ചിരിക്കുന്ന വസ്തുവാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇത് കിട്ടിയത്. അപ്പം ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ സുബ്രഹ്മണ്യൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. സർളയെന്ന് പറയുന്ന അവരുടെ മോൻ കുമാരദാസും ഒക്കെ ആയിട്ട് കേസുണ്ട്. അവൻ പറയുന്നതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പലരും നമ്മളെ ഉപദ്രവിക്കുക. നമ്മൾ ജോലിക്ക് പോയാൽ അവിടെ നിന്നൊക്കെ പറഞ്ഞു വിടുക, എന്ന് വെച്ചാൽ ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കുക, നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഞാനും മുക്കുമോ തീരുമാനിച്ചിരിക്കുന്നത് ഇവരൊക്കെ ആരാണ് നമ്മുടെ കാര്യം നോക്കാൻ. ഇങ്ങനെ നമ്മളെ നശിപ്പിക്കാനായിട്ടും പല രീതിയിൽ നമ്മളെ വെച്ച് ഉപയോഗിച്ച് നമ്മളെ നശിപ്പിച്ച് എങ്ങനെയും പേരുകളൊക്കെ നശിപ്പിച്ചും ഒക്കെ ജീവിക്കുന്ന കുറേ കൂട്ടരാണ്. ക്രിമിനൽസാണ് ഇവന്മാർ. ഈ രാജമ്മയെന്നും ഈ പ്രീത എസ് പണിക്കർ പറയുന്നവർ. ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇട്ടത് എങ്ങനെ, ഈ റോഷിൻ വിൽസൺ കാറ്റാടി, നിങ്ങൾക്ക് പോയി തിരക്കാം. റോഷിൻ വിൽസൺ കാറ്റാടി, അവിടെ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പോയി തിരക്കണം. എന്നും ചെല്ലുക, അവിടുത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യുക. പിന്നെ അവിടുത്തെ
കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ള അഡ്മിൻ ആണെങ്കിലും ആ റോഷിൻ വിൽസൺ എന്ന് പറയുന്ന ആൾ എനിക്ക് ഞാൻ LLB ഫൈനൽ ഇയറോ അങ്ങോട്ട് പഠിക്കുമ്പോൾ തേർഡ് ഇയർ പഠിക്കുമ്പം എന്തുവാ എൻ്റെ കൂടെ പഠിച്ച ഇവിടുന്ന് തന്നെയുള്ള ഒരാളുടെയാണ് ആളിൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് പരിചയം. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ കാറ്റാടിയിൽ പോകുന്നതും. നമ്മൾ അവരോട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ അവരുടെ ഓഫീസിലെ കാര്യങ്ങൾ മാനമര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ നടന്നു. അതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പോലുള്ള വന്നിരുന്ന ഒരവനുണ്ടായിരുന്നു. അവിടെ കണ്ണപ്പൻ എന്നാണ് അവൻ്റെ പേര്, കണ്ണൻ എന്ന് പറയുന്നവൻ. അവനിങ്ങനെ പലതും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളവിടുന്ന് ഇതാക്കേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അവന്മാർ അവിടെ ഇവിടെയും കയറിയിരുന്നു. ഇപ്പോഴും ഈ SNDP തുറന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടില്ലയോ? SNDPയിലെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഇത് തുറന്ന് കിടക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഷട്ടർ ഇടുക അല്ലെങ്കിൽ. അപ്പം അവിടെ ആരൊക്കെ കൊണ്ടിരുന്ന് ഇങ്ങനെ ഓരോരോ ഡ്രാമകൾ ഒപ്പിക്കുകയാണ്. എൻ്റെ ഇവിടോട്ടെല്ലാം അടിക്കുന്നു. എൻ്റെ ഇടത് സൈഡിലേക്കും ചെവിയിലേക്കും ഇങ്ങനെ അടിക്കുക, നമ്മുടെ ഈ ഫേസ് ഡ്രൂപ്പ് ആവാൻ വേണ്ടി. അപ്പം ഞാനപ്പം പറഞ്ഞു വന്നത് എൻ്റെ കാറ്റാടി. അപ്പോൾ ഈ ആളാണ് ഇന്നലെ പറഞ്ഞത്, ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന ആൾ. അപ്പം ഞാൻ ഡൽഹി പോകുന്ന ദിവസം അതെല്ലാം അറിയാം ഇവൾക്ക്. ഡൽഹി ഞാൻ പോകുന്ന ദിവസത്തിനെക്കുറിച്ചും എല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞു. ഇവൾ വിചാരിച്ച് ഈ ഫോൺ എനിക്ക് ഈ റോഷിൻ വിൽസൺ എന്ന് പറയുന്ന ആൾ ഒരു സിം തന്നായിരുന്നു വിത്ത് ഫോൺ, ഒരു കുഞ്ഞു ഫോൺ. ആ ഫോണിൽ എന്താണ് പറയുന്നത്, ആ ഫോണ് ഇവൾ വിചാരിച്ച് ഞാൻ ഡൽഹിക്ക് 2002 ജൂലൈ 20 ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്. അല്ല, ജൂലൈ 18 ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്. ജൂലൈ 20 ഞാൻ അവിടെ ചെല്ലുവാണ്. അപ്പം ജൂലൈ 18 ഇവിടുന്ന് ട്രെയിൻ കയറി. അങ്ങനെ ആ ദിവസം തന്നെ ഞാൻ ട്രെയിൻ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൾ ഈ ഫോണിലോട്ട് വിളിക്കുകയാണ്, ഈ റോഷിൻ വിൽസൻ്റെ ഫോണിലോട്ട്. ഇവൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണും സിമ്മും ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ കുറച്ച് നാളും കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ. അപ്പം ഇവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനും ഇതിന് ഇപ്പം പറയുന്ന ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാൻ എന്തോ ട്രീറ്റ്മെൻറ്റ് എൻ്റെ അപ്പം പ്രമാണമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് സേഫ്റ്റിക്ക് വേണ്ടി പോയത് അങ്ങോട്ട് ഡൽഹിയിലോട്ടും. ഇപ്പം പിന്നെ എൻ്റെ പ്രമാണമല്ല, ഇതുപോലെ മുക്കുമിൻ്റെ കയ്യിലാണ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ ഇവൾ പലതും ഇപ്പം ഇതെല്ലാം നിങ്ങൾ കേട്ട് ഇവൾ എനിക്കെതിരെ പലതും ചെയ്യുകയാണ്. ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം, അങ്ങനെ ഇത് നടക്കണം. ഇവൾക്കിങ്ങനെ ജോബ് ലോസ്, നമ്മളെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ്, അങ്ങനെ പല ഇൻഷുറൻസ് അടിച്ചു മാറ്റുന്ന ജോലിയാണ് ഇവൾക്കുള്ളത്. ഇവളൊരു നശിനിയാണ്. ഇവൾക്കിപ്പോൾ 2 മക്കളുണ്ട്. അവളുമാരെ കൊണ്ടങ്ങ് നടത്തക്കട്ടെ ഇവളും കൂടെ. പിന്നെ രാജമ്മയുണ്ട്. ഈ 4 കൂടെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്ന് ഇൻഷുറൻസ് ഉണ്ടാക്കട്ടെ. എൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്ത് ഇവളുമാർ. അതുപോലെ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് 1 ഇഞ്ച് സ്ഥലം ഇനി കൊടുക്കത്തില്ല. എന്ത് സംഭവിച്ചാലും ശരി, അതെൻ്റെ വാശിയാണ്. ഇവൻ എന്നെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തതാണ് എന്നോട് ചെയ്തത്. ജീവിതത്തിൽ ഒരാൾ ചെയ്യാത്തത് ഇതും ചെയ്തത്. ഇവനെ ഒരിക്കലും 1 സെൻറ്റ് സ്ഥലം പോലും ഞാൻ 1 ഇഞ്ച് സൂചി കുത്താൻ പോലും സ്ഥലം 1 ഇഞ്ച് സെൻറ്റ് സ്ഥലം പോലും ഞാൻ കൊടുക്കത്തില്ല. 1 ഇഞ്ച് പോലും കൊടുക്കത്തില്ല. ഇനി എനിക്കില്ല. എൻ്റെ അച്ഛൻ്റെ 9 സെൻറ്റ് എനിക്ക് വേണം. എൻ്റെ അച്ഛൻ്റെ വീട് ഇതുപോലെ തന്നെ നിർത്താനാണ്. ഇത് മെയിൻ്റനൻസ് ചെയ്ത് നിർത്തുമല്ലാതെ ഇത് പൊളിക്കത്തേയില്ല. ഇത് പൊളിക്കത്തില്ല. എൻ്റെ അച്ഛൻ്റെ വീട് കാലാകാലങ്ങളിൽ ഞാൻ ഇതുപോലെ നിർത്തും. മനസ്സിലായില്ലയോ? ഇത് എല്ലാം ഇതുപോലെ തന്നെ, ഇതേപോലെ എൻ്റെ അച്ഛൻ വെച്ച വീടിങ്ങനെ കാലാകാലങ്ങളിൽ ഇവിടെ നിൽക്കും. അതിൽ മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പെട്ട വടക്കേ ഇന്ത്യയിൽ പോയി കഷ്ടപ്പെട്ട കാശ് അത് നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഇടിച്ചു പൊളിച്ച് കളയാനുള്ളതല്ല. ഇങ്ങനെ തന്നെ നിർത്തും ഞാൻ. മനസ്സിലായില്ലയോ? ഒരവനും വിചാരിക്കേണ്ട. ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഇതിൽ നിന്ന് അങ്ങനെ വന്നത് തന്നെ ഒരിക്കലും ഇവന് ഒരിക്കലും അവൻ ഡിസേർവിങ് അല്ല. അതുകൊണ്ടാണ് ഇവൻ ഡിസേർവിങ്ങേ അല്ല. അവൻ നമുക്ക് സ്ഥലവും ഇല്ല കൊടുക്കാൻ.